17-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങണമെങ്കിൽ നിങ്ങളുടെ ആർട്ടിന്റെ സെക്ഷൻ 1-ാം തീയതി മുതൽ സെറ്റിന്റെ പണികൾ ആരംഭിക്കണം. 1-ാം തീയതി മുതൽ 3 മുറി ഞാനിവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. താമസം സ്റ്റുഡിയോക്കകത്ത് തന്നെയാണോ? ശശി, റാമോജി റാവു ഫിലിം സിറ്റി എന്ന് പറഞ്ഞാൽ ഒരേ സമയം 10-15 ഫിലിം ക്രൂസിനെ മുഴുവൻ താമസിപ്പിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. ഹൈദരാബാദ് സിറ്റിയിൽ നിന്ന് അവിടം വരെ ദിവസേന കാർ ഓടിച്ചു പോകേണ്ട കാര്യമില്ല. 5 സ്റ്റാർ ഹോട്ടലുണ്ട്, സാധാരണ ഹോട്ടലുണ്ട്, ട്രാൻസ്പോർട്ടേഷന് ധാരാളം വാഹനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഷൂട്ടിങ്ങിന് എന്തൊക്കെ വേണം എല്ലാം അവിടെയുണ്ട്. ആ സരോജ് കുമാറിന്റെ കൂടെ 8 സഹായികളാണ് വരുന്നത്. ആ തൊരപ്പം പച്ചാളം ബാസി, 2 തിരുമുകാരും, മേക്കപ്പ്, അരിവപ്പുകാരും, കുടപിടുത്തക്കാരെന്ന് വേണ്ട. ഇതിനെയൊക്കെ എങ്ങനെ താങ്ങുമെന്ന് എനിക്കൊരു നിശ്ചയവുമില്ല. ഇവനൊക്കെ മലയാള സിനിമ തൊലച്ചേ അടങ്ങും ബേബിക്കുട്ട. അല്ല, മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവനെ പോലുള്ളവന്റെ മൂഡ് താങ്ങുന്നത് നിങ്ങൾ തന്നെയാണല്ലോ. നിവർത്തികേട്. ആ, ഒരു കാര്യം മറന്നുപോയി. നമ്മുടെ ഹീറോയിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ശരിയായിട്ടില്ല. ഞാനൊന്ന് ട്രാവൽസ് വരെ പോയിട്ട് വരാം. അല്ലെങ്കിലും സെറ്റ് കാണാൻ ഞാൻ വരേണ്ട കാര്യമില്ല. ഉദയം നോക്കിയാൽ മതി. Thank you, sir. സെറ്റ് എങ്ങനെയുണ്ട്? നമ്മുടെ സെറ്റ് ഞാനങ്ങോട്ട് പോയില്ല. അതെന്താ? മദ്രാസിൽ MGR ഫിലിം സിറ്റിയിൽ നമുക്ക് ഈ പടം ഷൂട്ട് ചെയ്യാം. എന്ത്? അതേ നടക്കൂ. ദയവ് ഇത് എത്രയും പെട്ടെന്ന് അതിനുള്ള ഏർപ്പാട് ചെയ്യും. ഉദയൻ എന്താ ഭ്രാന്തുണ്ടോ? മറ്റന്നാ ഷൂട്ടിംഗ് തുടങ്ങാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കാശ് എത്ര നഷ്ടം വരുമെന്ന് അറിയാവോ? എന്താ ഇപ്പൊ ഇവിടുത്തെ പ്രോബ്ലം എനിക്കാണ്. ഒരു സംവിധായകന്റെ മനസ്സാണ് അയാളുടെ സിനിമ. മനസ്സ് നേരെ നിന്നില്ലെങ്കിൽ എല്ലാം നഷ്ടമായി പോകും. ബേബിക്കുട്ടിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ലേ? അവൾക്ക് വേണ്ടിയാണ് ഞാൻ സിനിമ പോലും ഉപേക്ഷിച്ചത്, ഒരു ഹോട്ടൽ ജോലിക്കാരനായത്. ആ എന്നെ പുറംകാല് കൊണ്ട് തട്ടിക്കളഞ്ഞു പോയവൾ ഏതൊരു തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇവിടെയോ? ആ, അവളുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് ഞാൻ എങ്ങനെ എൻ്റെ സിനിമ ഷൂട്ട് ചെയ്യും? മനസ്സിലായില്ല. അന്വേഷിച്ചപ്പോൾ ഇനിയും കുറേ നാൾ അവർക്കിവിടെ ഷൂട്ടിംഗ് ഉണ്ടത്രേ. അതുകൊണ്ട് എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ബേബിക്കുട്ടിന് കഴിയുന്നില്ലേ? കഴിയുന്നില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു സിനിമ എടുക്കുകയാണ് നമ്മൾ. ആ സിനിമയോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാൾ മറ്റൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, ആലോചിക്കാൻ പാടില്ല. ഞങ്ങൾ ഇവിടെ വെച്ച് തമ്മിൽ കാണേണ്ടി വന്നാൽ, എനിക്ക് എൻ്റെ നിയന്ത്രണം വിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ? നാണമില്ലേ നിനക്കിങ്ങനെ സംസാരിക്കാൻ? ആർ യു നോട്ട് എ പ്രൊഫഷണൽ? 10-12 കൊല്ലം സഹസംവിധായകനായിട്ട് ചൊരച്ചിട്ട് ഇതാണോ നീ സിനിമയെ കുറിച്ച് മനസ്സിലാക്കിയത്? വേണ്ട, ഷൂട്ട് ചെയ്യണ്ട. വ്യക്തിപരമായ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചതിന് ശേഷം ഷൂട്ട് ചെയ്യാം. എല്ലാം ക്യാൻസൽ ചെയ്യാല്ലേ? അല്ലെങ്കിൽ MGR ഫിലിം സിറ്റി പോവാം, അവിടെ മധുമതി വന്നാൽ. അമേരിക്കയ്ക്ക് പോവാം, അവിടെ മധുമതി വന്നാൽ. ഓടാൻ തീരുമാനിച്ചവൻ ജീവിതാവസാനം വരെ ഓടിക്കൊണ്ടേയിരിക്കും.